എൻ്റെ അടുത്ത് ആരും വരരുത് എന്നുള്ളൊരു പേടിയിൽ നമ്മൾ എന്ന് പറഞ്ഞ് നിൽക്കും. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാം. എൻ്റെ അടുത്ത് എന്ത് വൈബാണോ എടുക്കുന്നത് ആ വൈബിലേക്കാണ് ഞാൻ മിക്കവാറും എല്ലാവരുടെ അടുത്തും. അതുകൊണ്ട് ബാക്കിയുള്ളവരെന്താ എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞോളൂ, പക്ഷെ എനിക്ക് എന്നെ കുറിച്ചുള്ളൊരു മതിപ്പ് ഐ ഗെറ്റ് അലോങ് വിത്ത് ദ പീപ്പിൾ ഹു ക്യാൻ മാച്ച്. ബിഗ് ബോസ് കണ്ടിരുന്നില്ല. അതെന്താ, നമ്മളുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ എന്താണ് സംസാരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ പറയും എന്താടി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്. സീസൺ 3 ഒരു കോമ്പിനേഷൻ, അതായത് സെലിബ്രിറ്റീസ് ആൻഡ് കോമണേഴ്സ് എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ, അതിലൊരു NRI ഞാനായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് ഇപ്പോഴത്തെ സീസണിലെ നിലവാരം അത്ര നിങ്ങൾ അതിൽ കയറി പിടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ലാലേട്ടൻ വരെ വളരെ റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാള് സന്ധ്യ മനോജ് എന്നുള്ളത്. അപ്പോൾ താങ്ക് യു. കരുണം അപ്പോൾ ഇപ്പോൾ അത് ഡിഫറൻസ് വെച്ച് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ പേസാണ് ഡിഫറൻസ്. ഇപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക് എന്ന് പറഞ്ഞാൽ, അപ്പം ഭരതനാട്യത്തിൽ ആ എക്സാജറേഷൻ കുറച്ചും കൂടി ഉണ്ടാവും. പക്ഷെ ഒഡീസിയിൽ കഥക്കിൽ അതിലും കുറവായിരിക്കും. ഇത്രേ ഉണ്ടാവുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്താണ്ടൊക്കെ ഫിറോസ് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് കേട്ടല്ലോ. സൈബർ പോലീസിന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് ഫേസ്ലെസ് ആൾക്കാരാണ് നമ്മൾ. അവരുടെ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ 0 പോസ്റ്റ്, 0 ഫ്രണ്ട്സ്, 10,000 ഫോളോയിങ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിൽ ഇന്ന് നമുക്കൊപ്പുള്ളത് സന്ധ്യ മനോജ്. ഹലോ, സുഖല്ലേ? സുഖം. എങ്ങനെയുണ്ട് കൊച്ചിയൊക്കെ? ഈ ഓൾ ദ വേ ഫ്രം മലേഷ്യ കൊച്ചിയിൽ വന്നിട്ട് എന്താണ് തോന്നുന്നത്? ഞാൻ കൊച്ചിയിൽ ആക്ച്വലി എന്താ പറയുക, ശരിക്കും ജീവിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴാണ്. കൊച്ചിക്കാരി ആണെങ്കിലും കോളേജിൽ പോയിട്ടുണ്ട് 3 കൊല്ലം. പക്ഷെ അമ്മാവൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. പിന്നെ അന്നൊരു എക്സ്പ്ലോറേഷൻ പിന്നെ കോളേജ് ജീവിതമാണല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ വേറെ എനിക്ക് എന്താ പറയുക പാഷൻ ഫോളോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് ഫുൾ ബിസി ആയിരിക്കുമല്ലോ അല്ലേ? ഇപ്പൊ നമ്മുടെ ആഗ്രഹമുണ്ട്, ആയിട്ടില്ല. അല്ല, ബിസി ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ മലേഷ്യയിൽ നിന്ന് അവിടെ ഭയങ്കര ആക്റ്റീവായിരുന്നു. എനിക്ക് വീക്കെൻഡ്സ് ഉണ്ടായിരുന്നില്ല, പെർഫോമൻസസ് ആങ്കറിങ് ആയിട്ടും. ആൻഡ് അവിടെ പറ്റില്ല, ഈ ഡേറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കോവിഡും കഴിഞ്ഞ് ബിഗ് ബോസും കഴിഞ്ഞ് പെട്ടെന്ന് ഇവിടെ ഇരുന്നപ്പോൾ ദൈവം എനിക്ക് ആരെയും അറിയില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു കോണ്ടാക്ട് ബിൽഡിംഗ്. നമ്മളെ റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ അറിയണം. അത് വെറുതെ ഒരു അതായത് മലേഷ്യയിൽ വെച്ചിട്ട് ഡയറി എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഒന്നും ഇല്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ഇതൊക്കെ ഇല്ല. ഇപ്പൊ കുറച്ച് ഭേദമായി തുടങ്ങി. അത്യാവശ്യം ഒരു കാലണ്ടർ നോക്കുമ്പോൾ കുഴപ്പമില്ല, 2-3 ദിവസമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്കാണ് ആ ഒരു ഇത് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ചവിട്ടി പിടിച്ചു നിന്ന എല്ലാത്തിലേക്കും ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാനിവിടെ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ മൂവീസിലേക്ക് കുറച്ചും കൂടെ നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ വരാണല്ലോ. അപ്പോൾ ഈ മൂവീസിൽ ആക്റ്റീവ് ആണെങ്കിൽ നെറ്റ്വർക്കിംഗ് ഭയങ്കര സംഭവമാണ് അല്ലേ? അത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്? അത് ഞാൻ പഠിച്ചൊരു പാഠം. എല്ലാത്തിലും നമ്മുടെ ഒരു നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ ഒരു നേച്ചറും, അത് എന്നെ കണ്ടാൽ തന്നെ എല്ലാവരും ഇവരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ വല്ല അടി കിട്ടുമോ ഇടി കിട്ടുമോ. അതൊരു പക്ഷേ ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയി ഓരോ ഇപ്പം ഡാൻസ് പ്രോഗ്രാംസിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ആങ്കറിങ്ങിന് പോകണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോണത്. ഞാൻ തന്നെ വണ്ടി എടുത്ത് ഞാൻ തന്നെ പോയി. അതെൻ്റെ ഒരു ശീലമാണ്. അപ്പം ആ സമയത്ത് നമ്മൾ എന്താ പറയുക, ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്ന ഒരു സംഭവം. അത് യു വോണ്ട് കോൾ ഇറ്റ് ബോൾഡ്നെസ് ഓർ യു വോണ്ട് കട്ട് ഓഫ്. എൻ്റെ അടുത്ത് ആരും വരരുത് എന്നുള്ളൊരു പേടിയിൽ നമ്മൾ എന്ന് പറഞ്ഞ് നിൽക്കും. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, വെറും പാവാണെന്നല്ലേ? അങ്ങനെ പറയണ്ട. എൻ്റെ അടുത്ത് നല്ലതാണെങ്കിൽ ഞാൻ അടിപൊളിയെ, എൻ്റെ അടുത്ത് എന്ത് വൈബാണോ എടുക്കുന്നത് ആ വൈബിലേക്കാണ് ഞാൻ മിക്കവാറും എല്ലാവരുടെ അടുത്തും. അതുകൊണ്ട് ബാക്കിയുള്ളവരെന്താ എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞോളൂ, പക്ഷെ എനിക്ക് എന്നെ കുറിച്ചുള്ളൊരു മതിപ്പ് ഐ ഗെറ്റ് അലോങ് വിത്ത് ദ പീപ്പിൾ ഹു ക്യാൻ മാച്ച്. അതായത് മ്യൂച്വൽ റെസ്പെക്റ്റിൽ ഇങ്ങനെ പോകാൻ റെസ്പെക്ട് ചെയ്യണമെന്നൊന്നും അല്ല. ഈ മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ റെസ്പെക്ട് എന്നുള്ള വേർഡൊക്കെ കേൾക്കുമ്പോൾ നേരെ ഇങ്ങനെ ബിഗ് ബോസിക്ക് പോകുമല്ലോ ഓർമ്മകളൊക്കെ. അങ്ങനെ പോകാറില്ലല്ലോ. ഉണ്ടോ? ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ടിരുന്നില്ല. അതെന്താ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആ സമയത്ത് എനിക്ക് കുറച്ച് വർക്ക് വന്നു. പിന്നെ ഞാൻ കേൾക്കുന്നത് തന്നെ, അതായത് ഫസ്റ്റ് വീക്ക് തന്നെ ഒരാൾ പോയി. അപ്പം ഞാൻ ഓക്കെ കാണണ്ട. പിന്നെ
നമ്മൾക്ക് ഒരു സംഗതിയിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നത് എങ്ങനെ, നമ്മൾ ഉണ്ടായിരുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ എന്താണ് സംസാരിക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സിനെ പറയും എന്താടി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ എനിക്ക് അത്രമേൽ റെസ്പെക്റ്റ് ഉണ്ട്. കാര്യം ഞാൻ പോയി പെർഫോം ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ്. അത് ആൾക്കാർ എങ്ങനെയും വിചാരിച്ചോട്ടെ, എൻ്റെ മനസ്സിലുള്ള റെസ്പെക്റ്റ് എനിക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പലതും പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കിഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്കൊരു പ്ലസ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനെ തെറി പറയാൻ എനിക്കൊരു താല്പര്യമില്ല. അവിടെ എന്താണോ നടക്കണേ അതിൻ്റെ റീസൺസ് വേറെയാണ്. അത് ആ പ്ലാറ്റ്ഫോമിൻ്റെ കുഴപ്പമോ നടത്തിപ്പുകാരുടെ കുഴപ്പമോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്താണെങ്കിലും അവിടെ പോയെങ്കിൽ അവിടെ നിന്ന് പോവാന്നുള്ളതാണല്ലേ? നിന്ന് പോവാന്നുള്ളതല്ല. ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നല്ല ബ്രീഫിംഗ് ഉണ്ട്. നിങ്ങളുടെ കംപ്ലീറ്റ് കണ്ടന്റും ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. അതെ, അത് നമ്മൾ ഇഷ്ടംപോലെ ഒരു കെട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഫുൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? പിന്നെ എത്ര വായിക്കാൻ, ഞങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടിയതാണ്. എന്ന് വെച്ചാൽ 2 ആഴ്ച കോവിഡ് ക്വാറന്റീൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുമാതിരി മറിച്ച് നോക്കുമ്പോൾ കുറേ ബൈൻഡിങ് ഉണ്ട്. അത് ആ ബൈൻഡിങ് നമ്മൾ ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറി പോകുന്നത്. അത് എന്നെ സംബന്ധിച്ചോളം ആ ബൈൻഡിങ് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ഫോളോ ഓൺലി ഫോർ ബിഗ് ബോസ് അല്ല, ഇറ്റ് ഈസ് ഓൾസോ ആസ്കിങ് ഫോർ മ്യൂച്വൽ റെസ്പെക്റ്റ്. അതെ, ഇപ്പം നമ്മൾ എല്ലാവരും കല്യാണം കഴിയുമ്പോൾ ഒരു രജിസ്റ്ററിൽ സൈൻ ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? അതെ, ഒരു സൈലൻറ്റ് പ്രോമിസ് ഉണ്ട് അതിൽ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു മര്യാദ പാലിക്കും ആസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് ഇസ് കൺസേൺ എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് സ്റ്റേജിലേക്കോ ഏത് സിനിമയിലേക്കോ അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോഴും അവിടെ കൊടുക്കേണ്ട ചില മാനദണ്ഡങ്ങളും മര്യാദകളും ഉണ്ട്. അത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ കുറേ പേര് അതിൽ നിന്ന് ഇറങ്ങിയവർ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണല്ലോ, കുറേ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ ഈ സീസൺ 3 ആൾക്കാരൊക്കെ ഇങ്ങനെ പേഴ്സണലി ഇത് എന്തെങ്കിലും നടക്കുന്നത്, നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കണോ അല്ലെങ്കിൽ നാച്ചുറൽ റെസ്പോൺസ് ആണ്. എല്ലാവർക്കും അവനവൻ്റെ സീസണാണ് ബെസ്റ്റ് സീസൺ. അതെ അതെ അല്ലേ? ഇപ്പം ഞാൻ പോയ വർഷമാണ് എൻ്റെ കോളേജ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുണ്ടായിരുന്ന സമയത്തല്ല, ഇപ്പോഴാണ് വൈബ്. നിങ്ങൾ പഴയ സ്റ്റുഡൻസ്, ഇപ്പോഴത്തെ പിള്ളേരാണ്. അത് ഒരു മനുഷ്യ സ്വഭാവമാണ്. നമ്മളുണ്ടായിരുന്ന ടൈമാണ് ബെസ്റ്റ് ടൈം. ആ സമയത്ത് മുഴുവൻ നമ്മൾ അയ്യോ എന്താണല്ലേ ഈ മനുഷ്യരിങ്ങനെ ചെയ്യണേ, അതുമുണ്ട്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് എ എവല്യൂഷൻ ഓഫ് ഈച്ച് പേഴ്സൺ ഈച്ച് സീസൺ എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പൊ സീസൺ 3 ഔട്ട് ഓഫ് 10 ഒരു മാർക്ക് കൊടുക്കണം, ഇപ്പോഴത്തെ സീസണിന് ഒരു മാർക്ക് കൊടുക്കണം, എത്ര കൊടുക്കും? എന്താണെങ്കിലും സീസൺ 3 മാർക്ക് കൂടുതൽ എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്ന ട്രെൻഡ് അനുസരിച്ച് TRP നോക്കിയിട്ടല്ല ഞാൻ പറയണത്. ഞാനിത് വേറൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു, സീസൺ 3 ഒരു കോമ്പിനേഷൻ, അതായത് സെലിബ്രിറ്റീസ് ആൻഡ് കോമണേഴ്സ് എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ, അതിലൊരു NRI ഞാനായിരുന്നു. അതൊരു വല്ലാത്തൊരു കോമ്പിനേഷനായിരുന്നു. സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിയിലെ മെയിനായിട്ട് നിൽക്കുന്ന ഭാഗ്യ ചേച്ചി, നോബി കൊമേഡിയൻ സ്റ്റാറായിട്ട് നിൽക്കുന്ന നോബി, മണിക്കുട്ടൻ ഓൾസോ വാസ് വെരി മച്ച് പോപ്പുലർ ഇൻ ഇൻഡസ്ട്രി. സീരിയൽ മേഖല നോക്കുകയാണെങ്കിലും അനൂപ് കൃഷ്ണൻ വാസ് വെരി ഫേമസ്. RJ വേൾഡിൽ കിഡ്ലം ഫിറോസ്. സോ ദേ വർ ഓൾ ലൈക്ക് പോപ്പുലർ പീപ്പിൾ. അതായത് എല്ലാവർക്കും ഒരുമാതിരി എവിടെയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും പേര് കെട്ടേക്കുന്ന ആൾക്കാരാണ്. പിന്നെ റംസാൻ ഡാൻസ് വേൾഡിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ആൾക്കാരാണ് സെലിബ്രിറ്റി കാറ്റഗറിയിൽ നിന്ന് വന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ മേഖലയിൽ നിന്ന് വന്നത് ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടി അഡോണി. അതേപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായിട്ട് പാത്തു, നമ്മുടെ മജസിയ ബാനു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആൻഡ് ഇതൊന്നും ഇല്ലാതെ ക്ലാസിക്കൽ ഡാൻസറായിട്ട് മലേഷ്യയിൽ കിടക്കുന്ന ഞാൻ. സോ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വേരിയൻറ്റ് കോമ്പിനേഷനായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുത്തിക്കോലിളക്കാൻ വന്ന പൊളി ഫിറോസും സജിനയും. അപ്പം ഒരു വല്ലാത്ത കോമ്പിനേഷൻ. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നിയത് ഇപ്പം ഭാഗ്യ ചേച്ചി അല്ലെങ്കിൽ കിഡ്ലം ഫിറോസ് പിന്നെ നോബി എല്ലാവർക്കും അവരുടെ ഒരു എന്താ പറയുക, ഈ ലെവല് വിട്ട് ഞങ്ങൾ തരം താഴില്ല എന്നൊരു സാധനം വെച്ചിരുന്നു. ഞാൻ ആദ്യമേ അതുമ്മ കയറി പിടിച്ചു, ബിക്കോസ് ദാറ്റ് വാസ് മൈ വേവ് ലെങ്ത് ഓൾസോ. പക്ഷെ അങ്ങനെ ഒരു ജനറൽ വേവ് ലെങ്ത് അവിടെ സെറ്റായപ്പോൾ എന്തൊക്കെ അലമ്പാണെങ്കിലും ഒരു നിലവാരം വിട്ട് താഴേക്ക് പോയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ സീസണിൽ ആ നിലവാരം അത്ര കണ്ടിട്ട് നിങ്ങൾ അതിൽ കയറി പിടിക്കുള്ളൂ എന്ന് എനിക്കറിയാം. നിലവാരം അല്ല, ഞാൻ വേറൊരു പോയിന്റ് പറയാം. ആ നിലവാരത്തിന് ഞാൻ പറഞ്ഞുതരാം. ഈ നിലവാരം ആരുണ്ടാക്കണേ? ആരുണ്ടാക്കണേ? ഈ ഷോയിൻ്റെ നിലവാരം ആരാണ് ഉണ്ടാക്കണേ? ഇപ്പം എല്ലാവരും പറയും ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിന് നിലവാരം, ദാറ്റ് ഇസ് സോ റോങ്.
അങ്ങനെയാണെങ്കിൽ ആസ് എ എക്സ് കണ്ടസ്റ്റൻ്റ് എനിക്ക് പറയാനുള്ളത്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ നിലവാരം കുറയ്ക്കുന്നത്. അയ്യോ അല്ലേ? നിങ്ങൾക്ക് കണ്ടന്റ് വേണം. ഞാനല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളെന്താ ഉദ്ദേശിച്ചത് ക്യാമറയില് കണ്ടന്റ് വേണം. അത് യൂട്യൂബ് മേക്കേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിന് റിവ്യൂസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും TRP റേറ്റിംഗ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും അവിടെ ഒരു അടി അല്ലെങ്കിൽ ഇടി അല്ലെങ്കിൽ ഒരു വൃത്തികേട് നടക്കുമ്പോൾ TRP ഇങ്ങനെ കടകടാന്ന് പോകും. അപ്പൊ ആരാണ് ഞങ്ങള് അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം അത് കൊടുക്കുമ്പോഴാണ് സ്പേസ് എടുത്തു, പിന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തു. അപ്പം TRP കൂടുന്നതനുസരിച്ച് പ്രോഗ്രാം ഉണ്ടാക്കുന്ന ഒരാൾക്കാരുണ്ടല്ലോ, ആ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ സാധനം, അപ്പം അതിനനുസരിച്ച് ടാസ്കുകളാവും. ആ ടാസ്കുകൾ അനുസരിച്ച് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാവുന്ന ഒരു പന്താണ്. ആൾക്കാർ പറയും കണ്ടസ്റ്റൻസിന് നിലവാരമില്ല, കണ്ടസ്റ്റൻസ് പറയും സൈബർ ബുള്ളീസിന് നിലവാരമില്ല. ഈ സൈബർ ബുള്ളീസിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണേ? കൃത്യമായിട്ട് അവരോട് പറയണം. എനിക്ക് തോന്നുന്നു നല്ല അറിയാം, കട്ട് ആൻഡ് ഷോർട്ട് ആയിട്ട് അല്ല ഇപ്പൊ പറഞ്ഞ പോലെ എന്നോട് ചോദിച്ചപ്പോ നല്ല സൈബർ പോലീസിന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത് ഫേസ്ലെസ് ആൾക്കാരാണ്. നമ്മൾ അവരുടെ പ്രൊഫൈൽ കയറി നോക്കുമ്പോൾ 0 പോസ്റ്റ് 0 ഫ്രണ്ട്സ് 10,000 ഫോളോയിങ്, 0 പോസ്റ്റ് 0 ഫോളോവേഴ്സ്, ഫോളോയിങ് ഒരു 10,000 പേരെ ഫോളോ ചെയ്യുന്നുണ്ട്. വൈ? അത് ശരിയാണ്. അപ്പൊ ഞാൻ ആരാന്നോ എൻ്റെ ഉള്ളിലുള്ള വൃത്തികേടൊന്നും ഞാൻ ആരെ അറിയിക്കില്ല. പക്ഷേ ഈ മുഖമില്ലാത്ത ചിത്രവും വെച്ചുകൊണ്ട് ഞാൻ എന്ത് വൃത്തികേടും വിളിച്ചു പറയും. അത് അവനവൻ്റെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള ആൾക്കാരാണ്. അതെ. ഇപ്പോൾ എനിക്കൊന്നും വേറെ അക്കൗണ്ടും ഇല്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ അക്കൗണ്ട് പോയി നോക്കണമെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് എന്നേ പോവുള്ളൂ. അതിലിപ്പോൾ അവർ കണ്ടു, അല്ലെങ്കിൽ അവരെൻ്റെ സ്റ്റോറി കണ്ടു, അല്ലെങ്കിൽ അവരെൻ്റെ ലൈക്ക് കണ്ടു, എനിക്കൊരു നാണക്കേടുമില്ല. ഇഫ് ഐ ചെക്ക്ഡ് ഔട്ട് ദിയർ പോസ്റ്റ് ഐ പുട്ട് എ ലൈക്ക്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കും. അല്ലെങ്കിൽ അതിൽ സീൻ വന്നു എന്ന് വെച്ചാൽ എനിക്കൊരു നാണക്കേടുമില്ല, കാര്യം എനിക്ക് കാണണം. പക്ഷെ ആ ഒരു ഫേസ്ലെസ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ളവർ വന്ന് നമുക്ക് ഒരു എന്താ പറയുക, കുറേ നിങ്ങളാരാ, അപ്പോൾ നമുക്ക് ചോദിക്കണം തോന്നും. എൻ്റെ പൊന്ന് ചേട്ടാ, അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ ആരാണെന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളാരാ? അതുപോലെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങൾ ഇതിന് മുമ്പ് അറിഞ്ഞൂടാ, എനിക്ക് നിങ്ങൾ എപ്പോഴും അറിഞ്ഞൂടാ. സത്യമല്ലേ? അതെ. ഈ പറയുന്ന ആൾക്കാർ ഇപ്പോഴും എനിക്ക് നിങ്ങളെ അറിയാവുന്നത് ബിഗ് ബോസ് വഴിയാണ്, അങ്ങനെയെങ്കിലും അറിഞ്ഞല്ലോ. അതെ, ഓഫ് കോഴ്സ്. പക്ഷേ ഇത് നമ്മൾ റിയാക്ട് ചെയ്യണത് ഇപ്പം ഞാൻ എൻ്റെ പേജിൽ, അതായത് എൻ്റെ ഫേസ്ബുക്ക് പേജ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, എൻ്റെ യൂട്യൂബ് പേജ്, അവിടെ വന്ന് ഇങ്ങനെ ഒരു ജാതി ബുള്ളിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയും, ഈ പേജിൽ നിങ്ങൾ ബാക്കിയുള്ള ഏത് കണ്ടന്റ് പേജിൽ പോയിട്ടും എന്നെ പച്ചത്തെറി വിളിച്ചോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എൻ്റെ സ്പേസിൽ അല്ലേ, എൻ്റെ സ്പേസാണ്. എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് തോന്നിവാസം കാണിക്കാൻ ഞാൻ ലൈസൻസ് തരില്ല. അപ്പോൾ പലരും പറയും ചേച്ചി അതിന് റിയാക്ട് ചെയ്യല്ലേ, അവർക്ക് അറ്റൻഷൻ വേണം. ഞാൻ അവർക്ക് അറ്റൻഷൻ വേണമെങ്കിൽ അവരെ ഈവൻ മുഖമറിയാത്ത ആൾക്കാരെ പോലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് മനസ്സിലാവും. അതെ അല്ലേ? ഈവൻ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഓർത്തതെന്നറിയോ, മണിക്കൂട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാലേട്ടൻ വരെ വളരെ റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെ സന്ധ്യ മനോജ് എന്നുള്ളത്. അപ്പോൾ താങ്ക് യു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കില്ല എന്തല്ലേ? അല്ല, അത് ആക്ച്വലി എന്നോട് സീസണിൻ്റെ അകത്ത് വെച്ച് എല്ലാ ആഴ്ചയും സാറ്റർഡേ നമ്മൾ സാരിയൊക്കെ കൊടുത്ത് ഞാൻ തെറി കേൾക്കാൻ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നിൽക്കണോ, എനിക്ക് ആ ഒരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മോഹൻലാൽ സാറിൻ്റെ വായിന്ന് എന്താ സന്ധ്യ ഇങ്ങനെ ചെയ്തതെന്നോ അല്ലെങ്കിൽ എണീറ്റ് നിർത്തി ഒരു ചോദ്യചിഹ്നമാവരുത്. അത് ആ 10 ആഴ്ച അതെ ആ ഒരു ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യാൻ പറ്റിയതിന് ഒരു ഷേക്ക് ഹാൻഡ് തരണത് കുറച്ച് ഗ്യാപ്പ് ആയതുകൊണ്ട് അങ്ങനെ എത്താൻ പറ്റില്ല. അപ്പോൾ ഈ മൂവി ഇൻഡസ്ട്രിയിലേക്ക് ചെന്ന സമയം തൊട്ട് ഇതുവരെ എങ്ങനെയാണ് ഒരു ഔട്ട്സൈഡർ ഫീല് തുടക്കത്തിലൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിന് എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാര്യം എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേര് കോവിഡ് സീസണും കൂടി ആയതുകൊണ്ട് വേറെ പ്രോഗ്രാംസ് ഒന്നും നടക്കാത്തതുകൊണ്ടും എല്ലാവരും വീട്ടിലിരുന്ന റീൽസ് കണ്ട് മടുത്തോണ്ടും ബിഗ് ബോസ് കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. പിന്നെ ആ ഞങ്ങളുടെ സീസണിൽ ഒരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ എല്ലാവരും കുറച്ച് ആർട്ടിസ്റ്റിക് ആയിരുന്നു. അപ്പം എല്ലാ പ്രോഗ്രാംസിനും നമ്മൾ ചെയ്യുന്ന ടാസ്കുകളാണെങ്കിലും ഒരു കലാപരമായിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. അതെല്ലാം നല്ല രസമായിട്ട് വരികയും ചെയ്തു. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ കാണിക്കാനും കൂടെ പറ്റി. അപ്പൊ എല്ലാവരും ആ ഡാൻസ് കളിച്ചോണ്ട് സാരി വല്ലാതെ കൊടുത്തോണ്ട് നടക്കുന്ന സ്ത്രീ.
അപ്പോൾ എൻ്റെ സ്പേസ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. എനിക്ക് വേറെ ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാരി അങ്ങനെ ഇങ്ങനെ കൊടുത്തു. പക്ഷേ ഐ ലൈക്ക് ടു ഡു സച്ച് തിങ്സ്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോൾ സന്ധ്യ മനോജ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ സാരി, ഇപ്പൊ തന്നെ നോക്ക്, പൊട്ട് നോക്ക്, ആ സാരിയുടെ ബോർഡർ അത് ഇതൊക്കെ വെച്ചിട്ട് നല്ല കമ്മല്, അങ്ങനെ ഫുൾ. അത് കുറച്ച് നാള്, അതായത് ഒരു ടീനേജ് തൊട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണോ? അത് എസ്പെഷ്യലി കേരളത്തിൽ അങ്ങനെ കുറെ നാൾ താമസിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ ഒരുക്കാനാണ്. അത് ഒരു ഡാൻസർ ആയതുകൊണ്ടാണ്. പണ്ട് തൊട്ട് കണ്ണൊക്കെ എഴുതിയിട്ടേ ഞാൻ കോളേജിലും പോവും. എൻ്റെ +2 ഹെഡ് മിസ്ട്രസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കണ്ണെഴുതാണ്ട് വരണം, എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. ആണോ എന്ന നാളെ ഒരു ലെയറും കൂടെ എന്ന് വെച്ചാൽ അത്രയും സമയം പോകുമല്ലോ. പക്ഷേ ഐ ഓൾവേസ് എൻജോയ്ഡ്. ഡിസ്ട്രാക്ഷൻ കോളേജ് ലൈഫിൽ എത്തരത്തിൽ ബാധിച്ചു? ടൈം ഉണ്ടായിരുന്നില്ല, എങ്ങനെയെങ്കിലും ഡാൻസ് ചെയ്യണം എന്നായിരുന്നു. പിന്നെ കോളേജിൽ കണ്ട് ഇപ്പം അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തിരക്കും കണ്ട ആൾക്കാരിൽ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ 21 ആയപ്പോഴേക്കും കല്യാണം കഴിച്ചു. 20 ആയപ്പോഴേക്കും എൻഗേജ്ഡ് ആയി. കുട്ടിക്ക് സമയം അധികം കിട്ടിയിട്ടില്ല. പിന്നെ മനോജ് നോട്ട് ബാഡ്, അച്ഛൻ കൊണ്ടുവന്ന പ്രൊപ്പോസ്. ഓക്കെ, ആളായിട്ടുള്ള കല്യാണം ലവ് മാരേജ് അല്ലല്ലോ, അറേഞ്ച്ഡ് മാരേജ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ കുറേ ട്രാവൽ ചെയ്യുമല്ലോ ഇങ്ങനെ ഡാൻസിനും അതിനും ഇതിനൊക്കെ. അപ്പോൾ ഇങ്ങനെ സാരിയും അല്ലെങ്കിൽ കമ്മലൊക്കെ അങ്ങനെ കളക്ഷനൊക്കെ ഉണ്ടോ? ഞാൻ അതിനായിട്ട് പോവാറില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വില നോക്കാതെ അങ്ങോട്ട് മേടിക്കും. അങ്ങനെ വിലയുള്ളതേ മേടിക്കുമെന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തല കുത്തിന്നത് മേടിക്കും. അപ്പൊ മനോജേട്ടന്റെ സാലറിയുടെ എത്ര ഭാഗം? മനോജേട്ടന്റെ സാലറി അല്ലല്ലോ, ഞാൻ തന്നെ കഷ്ടപ്പെടുന്നു. അത് ശരിയാണല്ലോ. അപ്പൊ ചോക്കിയും പറയുന്നു വേണ്ടല്ലോ അല്ലെ? അങ്ങനെയില്ല. പക്ഷെ മനോജിന് അറിയാം, പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് ഫൈനാൻഷ്യൽ അല്ലെ ഡിപെൻഡൻസ് വേണ്ടെന്നുള്ളത്. അത് പക്ഷേ വി വർ ഓൾവേസ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഞാൻ അവിടെ ചെന്ന ഉടനെ മനോജൊരു ജോലിയിലായിരുന്നു. മനോജിന് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം വിട്ടിട്ട് നമ്മൾ എന്താ പറയുക സ്വന്തമായിട്ട് തുടങ്ങി. ആൻഡ് first thing I think both of us recognized in each other is we were very passionate towards our art forms or towards our passion. അത് ഇപ്പം നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. യെസ്, ഇത്രയും കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടന്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് റീൽ ഉണ്ടാക്കി യൂട്യൂബിൽ ഉണ്ടാക്കി മോണിറ്റൈസേഷൻ ചെയ്തൂടെ? കുറേ പേര് അങ്ങനെ ചോദിക്കുന്നുണ്ടാവും അല്ലേ? കറക്റ്റാണ്. പക്ഷേ എൻ്റെ കണ്ടന്റ് ഞാൻ എൻ്റെ പാഷന് വേണ്ടിയും എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും ഞാൻ ഒറിജിനലി ഒരാളോട് ഇമ്പാർട്ട് ചെയ്യുന്ന അത്രയും ഫണ്ണ് എനിക്കിതുവരെ ഈ എന്താ പറയുക എൻ്റെ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നതിൽ എനിക്ക് ആ ഒരു ഇത് വന്നിട്ടില്ല. ഓക്കെ. പിന്നെ എൻ്റെ പ്രാക്ടീസ് സെഷൻസ് അതെനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ സ്പേസാണ്. കാര്യം എനിക്ക് അതിൻ്റെ അകത്ത് കരയണം. അപ്പം ഞാൻ എൻ്റെ ഡാൻസ് പ്രൊഡക്ഷൻസൊക്കെ ചെയ്യുമ്പോൾ ഓരോ ഭാഗം എടുത്ത് ഞാൻ കുറേ നേരം വട്ടുപോലെ ഡയലോഗ്സ് ഉണ്ടാക്കും. സ്റ്റേജ് പെർഫോമൻസസിന് അതില്ല. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻസ് ആണെങ്കിൽ ആ സ്റ്റേറ്റിലിരുന്ന് ഞാൻ തന്നെ കുറേ എൻ്റെ തലയിൽ കൂടെ കുറേ ഒരു മോണോഡ്രാമ പോലെ പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടന്റ് എന്ന് പറഞ്ഞ് എനിക്ക് ഇടാൻ തോന്നുന്നില്ല. ബിക്കോസ് ദാറ്റ്സ് എ സ്പേസ് യു ഗെറ്റ് ഇൻ ടു. അത് ഇറ്റ്സ് വെരി പ്രൈവറ്റ് എന്നും പറഞ്ഞ് പ്രാക്ടീസ് വീഡിയോസ് ഇട്ടൂടെ, ശരിയാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല. മനസ്സിലായി. പിന്നെ ഞാൻ പറയാം, ആരെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്തതാ, പക്ഷെ മിക്കവാറും ആരും പ്രാക്ടീസ് ചെയ്യാൻ പോകണം, അപ്പം പൊടിയും തട്ടിപ്പോവും. ഓക്കെ. അപ്പോൾ ഈ കുറേ, അതായത് ഇപ്പോൾ ട്രെയിനറാണ്, പിന്നെ ആക്ടറാണ്, ഡാൻസറാണ്, നല്ലൊരു MC ആണ് അല്ലേ? പ്രൈം മിനിസ്റ്ററൊക്കെ വന്ന് സ്റ്റേജിൽ അങ്ങ് ഷൈൻ ചെയ്ത്. അപ്പോൾ ഇത്രയും പ്രൊഫഷൻ ഉണ്ട്, ഇതിലേതാണ് ഞാൻ വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്? അങ്ങനെ ഒരു ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓൾ ഓഫ് ഇറ്റ്. അത് കുറേ കഴിവുണ്ടായി എന്തിൻ്റെ പ്രശ്നമാണ്? അതങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയട്ടെ, സ്കൂളിൽ എത്ര സബ്ജക്റ്റ് പഠിച്ചു? ഇപ്പം ഞാനൊന്നും എല്ലാത്തിലും ഫസ്റ്റും ആയിരുന്നില്ല, ഒന്നിലും തോൽവിയായിരുന്നില്ല. ആ ഒരു ആവറേജിൽ. പക്ഷെ ആ ആവറേജ് ലെവലിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പിന്നെ അതിൽ നിന്ന് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആവുമ്പോൾ യു ആർ പാഷനറ്റ് അബൌട്ട് എവറിത്തിങ്. അതെ. ആൻഡ് ദെൻ കുറേ കഴിയുമ്പോൾ വൺ ഹെൽപ്സ് ദി അതർ ഇൻ സം വേസ്, ബിക്കോസ് യു ആർ ഇവോൾവിങ് ആസ് എ പേഴ്സൺ. ഇപ്പോൾ ഡാൻസർ ആണെങ്കിൽ MCing അതൊരു മോഡുലേഷൻ വരും. ഇപ്പോൾ ഡ്രാമ ട്രൈ ചെയ്യുമ്പോൾ ഇതും അതും നമുക്കൊരു ക്ലാരിറ്റി നമ്മുടെ തലയിൽ വരാൻ തുടങ്ങും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ. ഇപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ പിള്ളേർ ബോറടിക്കാൻ തുടങ്ങണത് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അത് ആ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെ ആകുമ്പോഴേക്കും എനിക്ക് ഓട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക്, അല്ലെങ്കിൽ ഇപ്പം അധികം ഇമോട്ട് ചെയ്യാത്ത പിള്ളേരാണെങ്കിൽ അവരെ കൊണ്ട് എക്സ്പ്രഷൻസ്
എക്സ്പ്രഷൻ ക്ലാസ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഡംഷാറാട്സ് അല്ല, പക്ഷെ ഇന്ന ഒരു എക്സ്പ്രഷനിൽ ഇന്ന ഒരു സാധനം ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഗെയിമിഫിക്കേഷൻ ചെയ്യുമ്പോൾ പിള്ളേരെല്ലാവരും പറയാ അങ്ങനെ അത് ഒന്നൊന്നിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഡാൻസ് ഹെൽപ്പ് ചെയ്യും, യോഗ ഹെൽപ്പ് ചെയ്യും. ചിലർ ഭയങ്കരമായിട്ട് കോട്ടുപാടാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് ബ്രീതിങ് ടെക്നിക്സ് കൊടുക്കും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉള്ളപ്പം എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു സാധനം നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് ഞാൻ കുക്കല്ല, പക്ഷെ കുക്ക് ചെയ്ത് നമുക്ക് എന്ത് സാധനം കിട്ടിയാലും നമുക്കൊരു നല്ല സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയണ പോലെ കിച്ചണിലല്ലെങ്കിൽ പുറത്തായിരിക്കും. ഞാനൊരു നല്ല പാചകക്കാരി അല്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിന്നൊന്നും കിട്ടൂല എന്നർത്ഥം. 100% ഒന്നും കിട്ടില്ല. ചായ കാപ്പി എന്ന് പറഞ്ഞ ടാസ്ക് ആയിട്ട് തരണ്ട. അത് തന്നെ കാപ്പി ഉണ്ടാക്കാൻ എളുപ്പല്ലേ? അത് തന്നെ ചായ പിന്നെ അരിക്കണം. അത് ശരിയാ. അത് പറഞ്ഞപ്പോഴേ ഈ സ്ട്രെച്ചിങ്ങിന്റെ പറഞ്ഞല്ലോ, സ്ട്രെച്ചിങ് വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ദൈവമേ ഞാൻ ചോദിക്കണത് എങ്ങനെയാണ് ഇങ്ങനെ എത്തിയത്? വർഷങ്ങളായിട്ട് ചെയ്യണതല്ലേ. അല്ല അത് ഇപ്പം ഈവൻ നമ്മൾ യോഗ പഠിപ്പിക്കുമ്പോഴും നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനൊരു എന്താ പറയുക ടീച്ചിങ് ടെക്നിക്കൽ വീഡിയോ ഞാൻ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ചെയ്യണത് എൻ്റെ ബോഡി വെച്ചിട്ടാണ്. ഞങ്ങൾ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ എൻ്റെ ബോഡി നോക്കി ഇന്ന സ്ട്രെച്ച് ഇങ്ങനെ ചെയ്യുമെന്നല്ല പറയുന്നത്. യു എക്സ്പ്ലോർ യോർ ബോഡി, യോർ ബ്രെത്ത് ആൻഡ് യു ഫൈൻഡ് യോർ ഫസ്റ്റ് പോയിന്റ് ടു ദ ലാസ്റ്റ് പോയിന്റ്. അപ്പം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു ആസനയുടെ ഡയറക്ഷനെ കാണിക്കും, അതിൻ്റെ എൻഡ് പോയിന്റ് കാണിക്കില്ല. പക്ഷെ വീഡിയോ ലെസൺസിൽ നമുക്ക് കാണിക്കാമല്ലോ. അങ്ങനെ എന്തായാലും വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ദൈവമേ ഇതൊക്കെ വേണോ, അതല്ല എങ്ങനെ ആയത് ഇനി നേരെ ആവോ എന്നൊക്കെ. അതെ, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട്. അങ്ങനെയല്ല എനിക്ക്. അപ്പൊ ഇനി കൂടുതൽ ശ്രദ്ധ സിനിമയിലേക്കാണല്ലേ? അപ്പൊ ഞാൻ സിനിമ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ? വെറുതെ വേണോ? അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, സിനിമയിലൊരു നല്ലൊരു ഫ്രണ്ട്, അതായത് നമ്മൾ മൂവിയിലൊക്കെ അഭിനയിച്ച് ചെന്നിട്ട് ഓൾറെഡി പരിചയമില്ലാത്ത ഒരു ഇതിലേക്ക് പോയിട്ട് അങ്ങനെ പരിചയമുള്ളവരെ പറയണ്ട. ഇപ്പോൾ ഞാൻ സിനിമയിലേക്ക് വരാൻ കാരണം തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പേര് ഞാൻ അവിടെ ആങ്കറിങ് ഒക്കെ ചെയ്യണമായിരുന്നു. പിന്നെ പലപ്പോഴും പല ഇവൻറ്റ്സിൽ വെച്ച് അങ്ങനെ എനിക്ക് അറിയായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്ക് ഒറ്റ ആക്ടറിനെ അറിയില്ല, അങ്ങനെയല്ലായിരുന്നു. കുറച്ച് പേരെയൊക്കെ അറിയായിരുന്നു. അങ്ങനെ അനൂപ് മേനനെ ഞാൻ ഒരു പ്രാവശ്യം എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ട് വി ഹാഡ് എക്സ്ചേഞ്ച് നമ്പേഴ്സ്. അപ്പോൾ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആൻഡ് ഇവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് സിനിമയിലേക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കൽ ഡാൻസറായി ഓൺ ദ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു. ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു കോവിഡിന് മുമ്പ്. എന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കൽ ഡാൻസർ എസ്പെഷ്യലി സോലോയിസ്റ്റ്, ആ സ്റ്റേജ് മുഴുവൻ നമ്മളാണ്, എല്ലാ ക്യാരക്ടറും നമ്മൾ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇഫ് യു റീച്ച് ടു എ പോയിന്റ്. എനിക്ക് ഡിസൈഡ് ഒരു ഭാവം കാണിച്ചു തരോ? എന്ത് ഭാവം? എല്ലാ അല്ല എനിക്കത് അതിനെ കുറിച്ച് ABCD അറിയില്ല. അടുത്തേക്ക് പോവാം. കാണിച്ചാലും കുഴപ്പമില്ല. അല്ല ഒഡീസി എന്ന് പറഞ്ഞ അഭിനയ ഇസ് ഓൾവേസ് അല്ല എന്നാലും അതിന് എന്തെങ്കിലും എന്തോ ലാസ്യം കൂടുതലാന്നോ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് കാണിച്ചേ, ഞാൻ സ്റ്റാർട്ട് ആക്ഷൻ പറയാം. ഏത് ഭാവമാണ്? എന്തെങ്കിലും പറ, ഇഷ്ടമുള്ള ഭാവം പറ. ഏതെങ്കിലും ഭാവം പറയാനല്ലേ? ഏതാ പറയണ്ട? പറഞ്ഞോ. കരുണം. അപ്പോൾ ഇപ്പോൾ അത് ഡിഫറൻസ് വെച്ച് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ പേസ് ആണ് ഡിഫറൻസ്. ഇപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക് എന്ന് പറയുന്നത്. അപ്പം ഭരതനാട്യത്തിൽ ആ എക്സാജറേഷൻ കുറച്ചും കൂടി ഉണ്ടാവും. പക്ഷെ ഒഡീസിയിൽ കഥക്കിൽ അതിലും കുറവായിരിക്കും, ഇത്രേ ഉണ്ടാവുള്ളൂ. സോ ആ റേഞ്ച് ഡിഫറൻസ് ആണ്. മോഹിനിയാട്ടം ആണെങ്കിൽ അത് ഫുൾ ഇങ്ങനെ വന്ന് എന്താ വെച്ചാൽ എല്ലാത്തിൻ്റെയും ഒരു പേസ് ഉണ്ടല്ലോ, അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇതെല്ലാം അറിയണ ഒരാളല്ലേ? എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് തെറ്റോ സ്റ്റേജിൽ വെച്ചിട്ട്? ഇല്ല. ഇനി നമ്മുടെ കളർഫുൾ സ്റ്റോറീസിൽ അടുത്ത സെഗ്മെന്റ് ആണ്. അതെന്താണെന്ന് അറിയോ? പ്രാങ്ക് കോൾ വിളിക്കണം. നിങ്ങൾക്ക് ഇത് നിർത്താറായില്ലേ? ഇല്ല, സത്യമായിട്ടും. പക്ഷെ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ലൈക്ക് പ്രാങ്ക് വിളിക്കുമ്പോൾ അവരെന്താ പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ഇത് അറിഞ്ഞുകൊണ്ട് വിളിച്ച് അലമ്പാക്കുന്നതാണ്. ഇതിൽ പ്രാങ്ക് ഇല്ല. അതും ശരിയാ. അപ്പൊ ആരെ വിളിക്കണ്ട അത് പറ. നമുക്ക് ഏറ്റവും പ്രാങ്ക് മാസ്റ്റർ ആയ പൊളി ഫിറോസിനെ വിളിക്കാം. അത് അടിപൊളി. എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഒരു പണി തന്നതാ. എന്നാലും അവൻ കണ്ടുപിടിക്കും, സാരില്ല. തിരിച്ച് പണി കൊടുത്ത് നോക്കാം അല്ലേ? ഇന്നത്തെ കാലത്ത് പ്രാങ്ക് ഒക്കെ എവിടം വരെ ഓടാനോ? കണ്ടു എല്ലാവർക്കും മനസ്സിലായി. ചെയ്യാം. ഓക്കെ.
ഫിറോസ്, Yes, dear. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ചോദിച്ചോളൂ. എന്താണ്ടൊക്കെ ഫിറോസ് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണ്ടെന്ന് കേട്ടല്ലോ. അത് അടിപൊളി. അതെന്തോന്ന് കേക്കട്ടെ. ഞാൻ സീരിയസ് ആയിട്ട് പറയാടാ. ഇന്ന് പോയായിരുന്നു. ഇന്ന് പോയായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് പറയാടാ. ആണോ? ആ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് വിളിച്ച് പറഞ്ഞതും. എന്തൊക്കെയാന്ന് ഞാൻ കേക്കട്ടെ. അതൊരു എങ്ങനെ പറയാനാ, നീ പറ. നീ ഭയങ്കര വിഷമായടാ. നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് എല്ലാം ഏപ്രിൽ ഫൂൾ വല്ലതാണോ? അല്ല, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ പ്രാങ്കാ. അവിടെ ഇരിക്കുകയാണോ മൈൽസ്റ്റോണിൽ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. സത്യമായിട്ട് ഞാൻ ഇവിടെ ബോർഡ് എഴുതി വെക്കും, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നോ എൻട്രി എന്ന്. ശരിക്കും നീ അവിടെ ഇരിക്കുകയാണ്? എന്റെ വീട്ടിലേക്ക് കയറി വന്ന പിന്നെ ഞാൻ എവിടെ പോവാനാ, അല്ലെങ്കിൽ ഇറങ്ങി പോവായിരുന്നു. ഞാന് നീ എന്നല്ല ആരെ കുറിച്ച് ഞാൻ ഒന്നും പറയാറില്ലല്ലോ. ഞാൻ ഞെട്ടിയിരുന്നത്. എന്തോ എന്തൊക്കെ കേക്കണം. അടിപൊളി. അപ്പൊ നടക്കട്ടെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാര്യമായിട്ട് വിളിക്കാം. ഓ ശരി, ആയിക്കോട്ടെ. അല്ല, എനിക്ക് പണ്ടൊരെണ്ണം യൂട്യൂബിൽ എനിക്കിട്ട് പണിതതാണല്ലോ, അതിന്റെ ബദലിരിക്കട്ടെ. സത്യം, അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ നിന്നോട് വിളിച്ചതും അത് തന്നെ പറഞ്ഞത്. നമുക്ക് പണി തരുന്നവർക്ക് നമ്മൾ തിരിച്ചിട്ട് പണിയാ എന്നുള്ളൊരു ദൗത്യം നമ്മൾ ചെയ്യണമല്ലോ. ശരി, ഞാൻ വിളിക്കാം. ബൈ. അപ്പൊ ഫസ്റ്റ് ഫേസിൽ തന്നെ കണ്ടുപിടിച്ചല്ലേ? ഞങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാന്ന് മനസ്സിലായില്ലേ? നല്ലവനായി ഉണ്ടി ഒന്നും പറഞ്ഞു. അങ്ങനെയല്ല, ഇപ്പൊ ഫിറോസും ഞാനാണ് ശരിക്കും പറഞ്ഞ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉണ്ടായിക്കുന്നത്. ഫിറോസ് കാരണമാണ് എനിക്ക് നല്ല രീതിയിൽ കോണ്ടന്റ് അതിനെ കണ്ടന്റ് ഞാൻ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് പൊക്കിക്കൊണ്ട് വന്ന കാര്യങ്ങളിൽ എനിക്ക് നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റാൻഡ് എടുത്ത് പറയാൻ പറ്റിയ അവസരങ്ങൾ ഉണ്ടാക്കി തന്നത് ഫിറോസ് തന്നെയാണ്. പക്ഷെ അതിനുശേഷം പുറത്തിറങ്ങി വന്നപ്പോൾ ഫിറോസ് അവിടെ വെച്ചും പറയുമായിരുന്നു, ഫിറോസ് എപ്പോഴും പറയുന്നു ഇവിടെ വെച്ചിട്ട് ഉള്ളതല്ല ഫ്രണ്ട്ഷിപ്പ്, പുറത്തിറങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഫിറോസ് പറയുന്നത് ശരിയാണെങ്കിൽ എൻ്റെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ ഞാൻ പെരുമാറുള്ളൂ. അത് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ബിഗ് ബോസിൽ അങ്ങനെയില്ല. എൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടോ, ഞാൻ അവരുടെ അടുത്ത് നന്നായിട്ട് പെരുമാറും. അത് ബിഗ് ബോസിൻ്റെ അകത്തും ബിഗ് ബോസിൻ്റെ പുറത്തും എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു. ഗിവ് ആൻഡ് ടേക്ക്. See, it is always like that. No? You have to reflect. You have to be especially being an artist. What I've learned in life is you have to be like a mirror. അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ, ഇപ്പോൾ ഇയാൾ ചിന്നൊരു കാര്യം ചെയ്തുകൊണ്ട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ, ചിന്നൊരു അറിഞ്ഞുകൊണ്ടൊരു അബദ്ധത്തിലേക്ക് ചാടുകയാണെങ്കിൽ പറയും. അത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ, അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് എന്നാലും വേണ്ടായിരുന്നു. അതല്ല ഫ്രണ്ട്ഷിപ്പ്. ഞാൻ കാര്യങ്ങൾ അതുപോലെ തന്നെ പറയും. അത് എടുക്കുന്ന ആൾക്കാർക്ക് നിലനിർത്തി പോകാൻ പറ്റും. ഇനിയിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, എന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ പോകും. സോ സിമ്പിൾ. അതിൽ വലിയ കുറേ ആദ്യമൊക്കെ അയ്യോ എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയില്ല. പുറത്ത് വന്നപ്പോൾ അന്ന് സജനയും ഫിറോസ് ഒരുമിച്ചായിരുന്നു. സജന ചോദിച്ചു, ചേച്ചി ഇക്ക അടുത്ത് വല്ല പരിഭവം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇക്ക അവിടെ പറഞ്ഞതിന് ഞാൻ അവിടെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് ഏഷ്യാനെറ്റും ബിഗ് ബോസും കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. അവിടെ പറഞ്ഞേക്കണ കാര്യങ്ങൾ ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. പിന്നെ അതൊരു ഷോ ആണ്, ആ ഷോ കഴിഞ്ഞു. ഇനി ഒരു പുതിയ, അതായത് നമ്മുടെ അടുത്ത പ്ലാറ്റ്ഫോം നമ്മുടെ ജീവിതമാണ്. അവിടെ ഫിറോസ് എൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അവിടെ നിന്നുള്ളത് ഇനി ബാക്കി അന്നോട്ട് ഫിറോസ് നല്ല രണ്ടുപേരും, സജനയും ഫിറോസും. സോ നമ്മുടെ കളർഫുൾ സ്റ്റോറീസിൻ്റെ നല്ലൊരു എപ്പിസോഡ് അങ്ങനെ ഈ സാരി പോലെ അറിഞ്ഞില്ല ഇത്രയും കളറാക്കും. വളരെ കളർഫുള്ളായിട്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കുമായിരിക്കും അല്ലേ? ബിഗ് ബോസിൽ ആരും വിളിക്കാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല, അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം സിനിമയിൽ ഞങ്ങൾക്ക് കുറേ സിനിമയിൽ കാണണം. ഓക്കെ, യെസ്, നല്ല കുറേ മൂവീസിൽ കാണണം. ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കാണണം. നമുക്ക് ബയോപിക് ഒക്കെ ചെയ്യാനുള്ളതാണ്. അതെ, അപ്പം അതെല്ലാം നടക്കട്ടെ. ഞങ്ങൾ ഇനിയും അടുത്ത ഇൻ്റർവ്യൂവിന്, ഇനി അടുത്തൊരു മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള ഇൻ്റർവ്യൂവിന് ഞങ്ങൾ വരാം എടുക്കാൻ, മൂവിക്ക് ശേഷമുള്ളത്. അതെ, 10 സിനിമയായി. ഇനി നിങ്ങൾ എപ്പോഴാ വരുന്നത്? സിനിമ റിലേറ്റഡ് ആയിട്ട് മാത്രമേ ഞങ്ങൾ വരണമെന്നല്ലേ? ശരിയാ. അടുത്ത മൂവിയുടെ ലോഞ്ചിൻ്റെ സമയത്ത് ഞങ്ങൾ വിളിക്കണേ.
എന്തായാലും വരാം. ഏതാണോ എന്തോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. യെസ്.